നമസ്കാരം എല്ലാവരും. നല്ലൊരു വിഷയമായിരുന്നു. അമ്മയുടെ ബീജത്തിലാണ് സമൂഹത്തിന്റെ നിലനിൽപ്പും അല്ലെങ്കിൽ സമൂഹത്തിന്റെ സമൃദ്ധിയും നിൽക്കുന്നത്. അമ്മയുടെ പ്രത്യാശയിലാണ് എന്നുള്ളത് നല്ലൊരു വാക്യമാണ്, നല്ലൊരു ശുഭചിന്ത. ഇഷ്ടപ്പെട്ടു. സത്യമാണ്. ഇപ്പോ ഒരമ്മയുടെ നമ്മളൊക്കെ കേട്ടു വന്നിട്ടുള്ളത്, പഴയ തലമുറയിൽ നിന്ന് കേട്ടു വന്നിട്ടുള്ളത്, അമ്മ ഗർഭം ധരിക്കുന്നതോടുകൂടി അവരുടെ മാനസികാവസ്ഥയും അവരുടെ അന്തരീക്ഷവും നല്ല സന്തോഷത്തിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊരു ശാസ്ത്രീയമായ രീതിയിൽ നമുക്കിപ്പോ അറിയാൻ പറ്റി. ശരിയാണ്. ഇത് പ്രകൃതിയോട് അടുത്ത് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ പ്രകൃതിയും നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതും പ്രകൃതി പുരുഷൻ. ഇവിടെ എനിക്കൊരു സംശയം ഉണ്ടായിട്ടുള്ളത്, അമ്മയുടെ ബീജമാണോ അമ്മയിൽ ഉണ്ടാവുന്നത്, അണ്ടമാണോ? കാരണം ബീജം പുറത്തുനിന്ന് വന്നിട്ടാണല്ലോ അണ്ടത്തിൽ നിക്ഷേപിച്ചിട്ടാണ് നമ്മൾ ജീവൻ ഉണ്ടാവുന്നത്. ഇവിടെ നമ്മൾ വേറെ നമ്മൾ 2 ദിവസം മുമ്പ് സംസാരിച്ച പോലെ ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പ്രകൃതിയും പുരുഷൻ, ഇതാണ് നമ്മൾ ഞാൻ കണ്ടു വളർന്ന അല്ലെങ്കിൽ പഠിച്ചു വന്ന ഒരു 2 സൃഷ്ടിയുടെ ഭാഗങ്ങൾ, പ്രകൃതിയും പുരുഷനും. അതിൽ നിന്നാണ് പുരുഷനിൽ നിന്ന് ബീജമുണ്ടായി സ്ത്രീയുടെ അണ്ടത്തിലേക്ക് പ്രവേശിച്ച് ഒരു ജീവൻ ഉണ്ടാവുന്നു. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ സംസാരിച്ച പോലെ അവിടെ ജീവന്റെ ഒരു സാമീപ്യം ഉണ്ടായതുകൊണ്ട് ഒരു ജീവിതം അവിടുന്ന് തുടങ്ങുന്നു എന്നതാണല്ലോ. അപ്പൊ ഇവിടെയും ഞാൻ ഒരു സംശയമായിട്ട് എത്തിക്കുന്നത്, ഇപ്പോ നമ്മൾ സമൂഹത്തിൽ എന്നും പുരുഷന് പ്രാതിനിധ്യം കൊടുത്ത് അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ളതിനെ മണ്ണ് എന്നുള്ളത് മാത്രം എന്ന് സന്തോഷം പറഞ്ഞു. അത് നമ്മൾ അങ്ങനെ നമ്മുടെ പാരമ്പര്യത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അമ്മയെ ദേവിയായിട്ട് തന്നെ കണ്ടിട്ടുള്ളതും പൂജിക്കേണ്ടവളാണെന്ന് നമ്മൾ വിശ്വസിച്ച് വന്നതാണ്. പക്ഷെ അവിടെയും ഒരു പുരുഷന്റെ സാന്നിധ്യവും പുരുഷന്റെ പ്രവർത്തനവും ഇല്ലാതെ ഈ ബീജ സൃഷ്ടിയും അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ സൃഷ്ടിയും ഉണ്ടാവോ എന്നുള്ളത് എനിക്കൊരു വലിയൊരു അത് എങ്ങനെയാണ്? കാരണം ഇപ്പോൾ സന്തോഷമായിട്ട് ആ പുരുഷന്റെ ഭാഗം കടന്നിട്ടേ ഇല്ല, ആ പുരുഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. അത് ഉള്ളതല്ലേ. ഇത് പ്രകൃതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രകൃതിയിലും അത് ചിന്തിക്കുമ്പോൾ ഒരു പുറമേ നിന്നുള്ള ഒരു ഫോഴ്സ് ഇല്ലാതെ ഒരു പ്രകൃതിയിൽ ഒരു മാറ്റം, ജീവന്റെ ഉറവിടം ഉണ്ടാവോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. എന്റെ സന്തോഷമായിട്ട് അത് എന്റെ സംശയത്തിന് ക്ലാരിഫൈ ചെയ്യും എന്ന് വിചാരിക്കുന്നു. എന്തായാലും വലിയ ഒരു ശുഭചിന്ത എനിക്ക് തന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ കേട്ടു വന്നതിന് പുതിയൊരു രൂപത്തിൽ എനിക്ക് കേൾക്കാൻ പറ്റി എന്നുള്ളത് സന്തോഷം. എന്തായാലും എന്റെ ഒരു സംശയത്തിന് ഒരു ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. ഇനി ചോദ്യോത്തരയിലേക്കാണ്. അപ്പൊ സനോജ് ഓൾറെഡി ചോദ്യം ചോദിച്ചു വെച്ചത് കൊണ്ട് ഗസേട്ടനായാലൊരു മറുപടി കൊടുത്തു. പക്ഷെ കുറച്ചുകൂടെ പുറകിൽ നിന്നും പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോ നമ്മൾ ഈ ഭാരത സങ്കല്പത്തില് ഈ പ്രകൃതി പുരുഷ രൂപങ്ങൾ എന്ന് പറയുന്നത്, പ്രകൃതി പുരുഷം അല്ലെങ്കിൽ പ്രകൃതി പ്രപഞ്ചം എന്ന് പറയുന്ന ദ്വന്ദ്വം, ഇത് ഒരു പ്രവർത്തന തലത്തില്, പ്രവർത്തന തത്വത്തില് ആവിഷ്കരിച്ചു വന്നിട്ടുള്ളതാണ്. ഇപ്പോ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന വിഭേദനം ഇവിടെ ജീവികൾക്കിടയിൽ സംഭവിക്കുന്നത് പരിണാമത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. പരിണാമം എന്ന് പറയുന്നത് ബോധപരിണാമമായിക്കോട്ടെ, ജൈവ പരിണാമമായിക്കോട്ടെ, ജീവികളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ, ദ്രവ്യങ്ങളുടെ, സത്തകളുടെ പരിണാമമായിക്കോട്ടെ, അതിന്റെ ഒരു ഘട്ടത്തിലാണ് സ്ത്രീ പുരുഷ വിഭേദനം വന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു ജീവി ഉണ്ടാകുന്നത് ഒരു ധർമ്മത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഒരു ധർമ്മം നിർവഹിക്കാനായിട്ട്, ഉദാഹരണത്തിന് പുല്ല് കൂടുന്നു, പുല്ല് വളരുന്നു. പുല്ല് വളരുമ്പോൾ ആ പുല്ല് എന്നുള്ളത് നിലനിർത്തണമെങ്കിൽ അതിന് സൂക്ഷ്മജീവികളൊക്കെ വേണം. പക്ഷെ പുല്ലിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ മറ്റു പ്രവർത്തനങ്ങൾ താറുമാറാകും എന്നുള്ളത് കൊണ്ട് അതിനെ നിർത്താനായിട്ട് ആണ് പുല്ല് തിന്നുന്ന ജീവി ഉണ്ടാവുന്നത്. അപ്പൊ ഇത് പർപ്പസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ ഇവിടെയുള്ള ഓരോ ജീവരൂപങ്ങളും ഉണ്ടായിട്ടുള്ളത് ഓരോ പർപ്പസ് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പർപ്പസ് നിർവഹിക്കാൻ വേണ്ടി ഒരു ജൈവ സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് ജൈവ സംവിധാനം അതിന്റെ സ്വതന്ത്ര ഇച്ഛയിൽ പ്രവർത്തിക്കാൻ പാകത്തിലാണ് പ്രകൃതി രൂപീകരിക്കുന്നത്. അപ്പോൾ ആ രൂപീകരണത്തില്
സ്വതന്ത്ര ഇച്ഛയിൽ പ്രവർത്തിച്ചു പോകുന്ന സമയത്ത് അത് കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ അനുചിതമായ വളർച്ചയിലേക്ക് എത്തിപ്പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ ശരീരം വളരുന്നു. ശരീരം വളരാനുള്ള ശേഷി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശരീരം വളർന്നുകൊണ്ടിരിക്കും. അപ്പൊ വളരുന്നതിന്റെ ഒരു പ്രത്യേക ഘട്ടം എത്തുന്ന സമയത്ത് ഇതിലും അധികം വളരാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം, അതിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നാണ് പറയുക. ഫീഡ്ബാക്ക് മെക്കാനിസം, അതായത് വളർച്ച കൊണ്ട് എന്ത് ഔട്ട്പുട്ടാണോ സമൂഹത്തിൽ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ പരിസരത്ത് ഉണ്ടാവുന്നത്, ആ പരിസരത്ത് ഉണ്ടാകുന്നതിനെ അതേ ജീവിയുടെ തന്നെ ഇൻപുട്ടായിട്ട്, അതിന്റെ ഭക്ഷണമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ആഹരിക്കുന്ന ക്രമത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം, അതിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയും, അല്ല ഫീഡ്ബാക്ക് എന്ന് പറയാം. അത് റിവേഴ്സിൽ വർക്ക് ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാം. അതായത് ഇപ്പൊ ഒരു ആംപ്ലിഫയറിൽ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്ത് വെളിയിലേക്ക് തരും. അതേ കാര്യത്തിൽ തന്നെ നമ്മൾ വീണ്ടും തിരിച്ച് അകത്തേക്ക് കൊടുക്കുന്ന സമയത്ത് ഈ ശബ്ദം മതിയോ, ഇനിയും കൂടുതൽ വേണോ എന്നുള്ള കാര്യം ഈ ഇൻപുട്ടിന് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് ആ ഔട്ട്പുട്ടിനെ ക്രമീകരിച്ചു കൊണ്ടിരിക്കും. ഇത് സാധാരണ രീതിയിലുള്ള ഒരു ആംപ്ലിഫയറിൽ ഉള്ള കാര്യമാണ്. അനുചിതമായ രീതിയിൽ ഇത് വിപുലപ്പെട്ടു വരികയാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഔട്ട്പുട്ടിനെ അകത്തേക്ക് കൊടുക്കുന്നത് റിവേഴ്സ് മോഡിലായിരിക്കും. റിവേഴ്സ് മോഡിൽ കൊടുക്കുന്നതിനാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുക. നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ഔട്ട്പുട്ട് കൂടിയാൽ ഇൻപുട്ട് കുറയ്ക്കും, ഔട്ട്പുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് കൂട്ടും. അങ്ങനെ ഇതിന്റെ ആ ഒരു നൈരന്തര്യം നിലനിർത്താൻ ഈ മെക്കാനിസത്തിന് കഴിയും. ഇത് ജൈവ സംവിധാനങ്ങളിലുണ്ട്. ആ ജൈവ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു വളർച്ചയുടെ, ഒരു ജൈവസത്തയുടെ വളർച്ചയ്ക്ക് ഒരു പരിധി കൽപ്പിക്കുക എന്നുള്ളൊരു ഒരു പ്രക്രിയ ജീവജാലങ്ങളിൽ ഉണ്ടാവുന്നത്. ആ വളർച്ചാ പരിധി എന്നുള്ളത് കോശകോശാന്തരമുണ്ട്. പക്ഷെ ജീവന്റെ ഒരു പ്രകടസത്തയായി മാറിയ ഒരു ജീവി, ജീവന്റെ പ്രകടസത്തയായി മാറിയ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക എന്നുള്ളതിന് ഒരു പുതിയ ആൽഗോരിതം വേണ്ടി വന്നു പ്രകൃതിക്ക്. അവിടെയാണ് ഏക ലിംഗ ജീവികളിൽ നിന്നും ഉഭയലിംഗ ജീവികളിലേക്ക് മാറുന്നത്, ബൈസെക്ഷുവൽ എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറുന്നത്. ആ ബൈസെക്ഷുവൽ സ്റ്റേറ്റിൽ എത്തുന്ന സമയത്താണ് സ്ത്രീ പുരുഷൻ എന്നുള്ള ഭേദം ഉണ്ടായി വരുന്നത് പ്രകൃതിയിൽ. ഇനി ഇതിന് പ്രകൃതി പുരുഷ സങ്കല്പത്തിൽ നിന്ന് നമ്മൾ തുടങ്ങിയാൽ തന്നെ പ്രകൃതിയാണ് മൂലം, പ്രകൃതി ആണ് ശക്തി, ഈ ശക്തിയാണ് അടിസ്ഥാനപരമായി ഉള്ളത്. ആ ശക്തിയിൽ നിന്നും പിന്നീട് ആ ശക്തി വിപുലപ്പെടുന്ന സമയത്ത്, ശക്തിക്ക് അതിന്റെ നിർദ്ധാരണങ്ങൾ നടത്തേണ്ടി വരുന്ന സമയത്ത് എങ്ങോട്ട് നിർദ്ധാരണം നടത്തണം, ഏത് രീതിയിൽ നിർദ്ധാരണം നടത്തണം എന്നുള്ളതിനുള്ള പ്രേരണയാണ്, ദിശയാണ്, ഗതിയാണ്, ലക്ഷ്യമാണ് ശിവം ആയി പിന്നീട് പരിണമിക്കുന്നത്. ശക്തിയാണ് ശിവമായി പരിണമിക്കുന്നത് എന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സാധാരണ രീതിയിലുള്ള വൈദിക രീതിയിലോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷെ പ്രകൃതിയുടെ നിയമപ്രകാരം അല്ലെങ്കിൽ പ്രകൃത്യാത്മീയതയുടെ നിയമപ്രകാരം ശക്തിയാണ് അടിസ്ഥാനപരമായിട്ടുള്ള, അതിൽ നിന്നും ഉണരുന്നതാണ് ശിവൻ. അത് നമുക്ക് ഈ ജൈവ പരിണാമത്തെ നോക്കിയാലും അറിയാം. അവിടെ ഏക ലിംഗ ജീവികൾ ഉണ്ടായിരുന്നതിൽ നിന്നും അതിന്റെ വളർച്ചാ പരിധിയെ നിയന്ത്രിക്കാൻ, അതായത് സൈസ് എന്ന് പറയുന്ന പ്രതിഭാസത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് ലിംഗഭേദം ഉണ്ടായത്. ആ ലിംഗഭേദത്തിൽ നിന്നാണ് പിന്നീട് ഈ പ്രജനനം എന്നുള്ളത് ആ ഒരു പ്രക്രിയക്ക് അളവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടപ്പോൾ മാത്രം ഈ പ്രജനന പ്രക്രിയ നടക്കുകയും അല്ലാത്തപ്പോൾ അത് നിർത്തിവെക്കുകയും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയിലേക്ക് പിന്നീട് കയറി വരുന്നത്. അപ്പോ അടിസ്ഥാനപരമായിട്ട് ഒരു ജനനം ഉണ്ടാകുന്നത്, ജന്മം ഉണ്ടാകുന്നത് ഈ ശക്തിയിലാണ്. ശക്തിയാണ് പിന്നീട് മറ്റു പലതുമായി മാറുന്നത്. ശിവമായി മാറുന്നതും ഈ ശക്തി തന്നെയാണ്. പിന്നെ മറ്റു പല സൃഷ്ടികളായിട്ടും ചിന്തയായിട്ടും ബീജമായിട്ടും മറ്റൊക്കെ മാറുന്നത് പിന്നീടാണ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ടുള്ളത് ശക്തിയാണ്. അതിനാണ് മറ്റു രൂപങ്ങൾ വരുന്നത്. നേരത്തെ വർഗീസേട്ടൻ പറഞ്ഞിരുന്നു ഈ സ്ത്രീ അല്ലെങ്കിൽ ഫെമിനിറ്റി എന്നുള്ളതിന്, സ്ത്രൈണത എന്നുള്ളതിന് അതിന്റെ പ്രജനനത്തിനു വേണ്ടുന്ന, അതിന്റെ സൃഷ്ടിക്ക് വേണ്ടുന്ന മസ്കുലിനിറ്റിയെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഏതു വേണം ഏതു വേണ്ട എന്ന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തു വളരണം എന്നുള്ള ചിന്ത, എന്തു വേണം എന്നുള്ള ചിന്ത, ഇത് നിശ്ചയിച്ചിട്ടുള്ളത് സൃഷ്ടികാരകർ അല്ലെങ്കിൽ ബീജകാരകരായിട്ടുള്ള പുരുഷനിലല്ല,
അത് സ്ത്രീയിലാണ്. സ്ത്രീയാണ് നിർണയിക്കുക ഏത് വേണമെന്ന്. സെലക്ട് ചെയ്തത് സ്ത്രീയാണ്. അതിൽ നിന്ന് സ്ത്രീ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ സ്ത്രൈണത എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക, പെണ്ണ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കണ്ട. സ്ത്രൈണതയാണ് ഇതിനെ നിർണയിക്കുന്നത് എന്ത് വേണമെന്നുള്ളത്. അതിനുശേഷമാണ് പിന്നെ എന്ത് വേണമെന്നുള്ള രീതിയിൽ അതിന്റെ പാകപ്പെടുത്തലുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആ പുരുഷത്വം സ്ത്രൈണതയിലേക്ക് വരുന്നതും അവിടെ ആ സൃഷ്ടിയുടെ ഒരു കാരണമായി മാറുകയും ചെയ്യുന്നത്. കാരണമായി മാറുന്നു എന്ന് പറയുന്നത് അവിടുത്തെ താൽക്കാലികമായ തൽക്ഷണത്തിലുള്ള ഒരു കാരണമായി മാറുന്നു എന്നുള്ളതാണ്. അടിസ്ഥാന കാരണം, അടിസ്ഥാന ഹേതു എന്ന് പറയുന്നത് സ്ത്രൈണമായിട്ടുള്ള ജന്മ രൂപീകരണമാണ്. അപ്പൊ അവിടെ ഈ പുരുഷം എന്ന് പറയുന്നത് പിന്നീട് വരുന്നതാണ്. ജീവന്റെ അടിസ്ഥാന നിയമങ്ങൾ പ്രകാരം നോക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതിയുടെ ശക്തിയുടെ ബോധത്തിന്റെ, പരമമായ ബോധത്തിന്റെ, ആദിബോധത്തിന്റെ രൂപത്തിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ അത് മാത്രമേ ഉള്ളൂ. അതിനെ നിയന്ത്രിക്കാനോ അതിനെ ഗതി തിരിക്കാനോ അതിന്റെ ആവിഷ്കാരങ്ങൾക്ക് ചാരുത പകരാനോ അല്ലെങ്കിൽ അതിന്റെ ആട്രിബ്യൂട്ട്സ് കൊടുക്കാനോ ആണ് പുരുഷം എന്നുള്ളത് പിന്നീട് ഉണ്ടായി വരുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി സ്ത്രൈണതയാണ്. അവിടെയാണ് ആദിരൂപങ്ങൾ ഉണ്ടാകുന്നത്. ആ ആദിരൂപം എന്നുള്ളത് ഇപ്പോ ആധുനികമായിട്ട് വളരെയേറെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു മനുഷ്യന്റെ കാര്യത്തിലാണെങ്കിലും പുരുഷന്റെ ബീജം അകത്തേക്ക് ചെന്നിട്ട് സ്ത്രീയിൽ അത് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും ഒരു തലമുറയുടെ അല്ലെങ്കിൽ ഒരു ഭാവിയുടെ ഒരു ഗതിയുടെ വഴി എന്തു വേണമെന്ന് നിർണയിക്കുന്നത് സ്ത്രൈണതയാണ്. അതിന്റെ ആവിഷ്കാരങ്ങൾ എങ്ങനെ വേണം, അതിന്റെ ആട്രിബ്യൂട്ട്സ് എങ്ങനെ വേണം എന്നുള്ളതും പുരുഷൻ തീരുമാനിക്കുന്നു. അപ്പോ പുരുഷൻ എന്ന് പറയുന്നത് പിന്നീട് വരുന്നതാണ്. ഈ നമ്മളിവിടെ അണ്ഡം ബീജം എന്നുള്ള ആ പദങ്ങൾ ഒക്കെ പ്രയോഗിക്കുന്നതിലുള്ള ചില ഏറ്റക്കുറച്ചിലുകളുണ്ട്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ആദി കാരണമായിട്ടുള്ളത് എന്തോ അതിനെയാണ് നമ്മൾ ബീജം എന്ന് പറയുന്നത്. ചിന്തയാണ് ബീജമായി മാറുന്നത്. ആ ബീജമാണ്. അപ്പൊ അവിടെ ബീജവും അണ്ഡവും എന്ന രീതിയിൽ നമ്മൾ വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അണ്ഡമാണെങ്കിലും ബീജമാണെങ്കിലും സൃഷ്ടിയുടെ പ്രാഗ്രൂപം എന്ന് പറയുന്ന ആ ഒരവസ്ഥയാണ്. ഒരു മനുഷ്യജന്മം ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ജീവിയുടെ ജന്മമാണെങ്കിലും അതിന്റെ ആ പ്രാഗ്രൂപമായിട്ടുള്ള ജന്മം, അതായത് അഹത്തെ രൂപീകരിക്കുന്ന ആ ഒന്ന് എന്നുള്ളത് അമ്മയാണ് ആ പരിസരം എന്ന് പറയുന്നത്. ആ പരിസരത്ത്, ആ മണ്ഡലത്തിൽ ആണ് ഇത് ജന്മം കൊള്ളുന്നത്. അതിനെ ആട്രിബ്യൂട്ട് ചെയ്യിക്കാനാണ് പുരുഷൻ അതിനകത്ത് കയറി ഇടപെടുന്നത്. ആ പുരുഷന്റെ സെലക്ഷൻ വരെ അമ്മയുടെ തീരുമാനമാണ്. ഇപ്പോ അതിനെ നമുക്ക് ആധുനിക കാലത്ത് ഇപ്പോൾ ഒരാൾ കയറി ബലാത്സംഗം ചെയ്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ഇവിടെ ചോദിക്കാം. പക്ഷെ അതെല്ലാം ഇതിന്റെ ഒരു മെക്കാനിക്കൽ സൈഡിൽ വരുന്നതാണ്. അമ്മയുടെ ഉള്ളിലുള്ള ഇപ്പോ ഭീതിതമായ ഒരു അമ്മയ്ക്ക് ഈ ഒരു ബലാത്സംഗത്തിന് വിധേയമാകേണ്ടി വരുള്ളൂ. ശുഭപ്രതീക്ഷയും ശുഭകാമനകളും ഉള്ള ഒരമ്മയ്ക്ക് ഈ അവസ്ഥയിലേക്ക് പോകില്ല. പട്ടിയുടെ കടി കൊള്ളുന്ന ആരാണ്? ഭയപ്പാടുള്ളവർ. അപ്പൊ ഇതിന് അടിസ്ഥാനകരമായ ആ മൂലം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കടികൊള്ളുന്നതാണെങ്കിലും ശരി, ബലാത്സംഗം ചെയ്യപ്പെടുന്നതാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പോ ക്രോസ് പോളിനേഷൻ നടക്കുന്ന രീതി, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ സെല്ലുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ടിഷ്യൂ കൾച്ചർ, ഇങ്ങനെയുള്ളതാണെങ്കിലും ശരി, ഈ ഒരു അടിസ്ഥാന ജീവസത്തയുടെ ഭാവന എന്താണോ അതിന് തുടർന്നാണ് ബാക്കിയുള്ളതെല്ലാം വരുന്നത്. അപ്പൊ അടിസ്ഥാന ജീവസത്തയ്ക്ക് കാരണമാകുന്നത് എന്ത്, അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. പിന്നെ ഈ ബീജം അണ്ഡം എന്നുള്ള പദങ്ങൾ വെച്ചിട്ട് ഇതിനകത്ത് കൺഫ്യൂസ് ചെയ്യണ്ട. നമ്മൾ പറയുന്നത് ഈ ജീവന്റെ അടിസ്ഥാന നിയമം, ജീവന്റെ എന്ന് പറയുന്നതിന് മുമ്പ്, ജീവൻ ഉണ്ടാകുന്നതിന് മുമ്പ് ബോധമാണുള്ളത്. ബോധം ആയി നിൽക്കുന്നത്, ബോധം എന്ന രീതിയിൽ നമ്മൾ അറിയുന്നത് അടിസ്ഥാനപരമായി ശക്തിയെയാണ്. ആ ശക്തിയെ ആണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. അതിനെയാണ് സ്ത്രൈണത എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി സ്ത്രൈണതയാണ് ഉള്ളത്. അതേസമയം നമ്മളിപ്പോ വൈഷ്ണവ ശൈവ പാരമ്പര്യത്തിലുള്ള, അതായത് ഈ മതപരമായ ദൈവസങ്കല്പങ്ങളിലേക്ക് ചെന്നെത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള വീക്ഷണത്തിലൂടെയാണ് ശിവം. ഇപ്പോ ഹൈന്ദവ സങ്കല്പത്തിലുള്ള ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് മുഴുവൻ പുരുഷന്മാരാണ്. ആ പുരുഷത്വത്തിൽ നിന്നുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. പക്ഷെ ഇവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് സ്ത്രൈണതയിൽ നിന്നാണ്. സ്ത്രൈണതയാണ് ഇതിന്റെ തുടക്കം. അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നത്. ഇതാണ് എന്റെ മറുപടി. സനോജ് പറയൂ, മൈക്കൊന്ന് ഓൺ ചെയ്തിട്ട് പറയൂ. ഇല്ല, ഇത് ഒരു വിഷയത്തിനുള്ള ഒരു സംശയം ഞാൻ ഉന്നയിച്ചു എന്നേ ഉള്ളൂ. അതെ, നല്ല ചോദ്യമാണ്. വളരെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം
ഞാൻ എനിക്ക് ബേസ് ഇല്ലാത്ത ആളാണ്. അപ്പൊ എല്ലാം എനിക്ക് പുതുമയാണ്. ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ സംശയരൂപേണ ഒന്ന് കണ്ടാൽ മതി. കാരണം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചോദനകളാണ് സൃഷ്ടിയായി മാറുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു വിഷയമാണ് ഇന്നത്തെ. നമ്മുടെ ഉള്ളിലാണ് ഇപ്പൊ സൃഷ്ടികൾ എന്നും 2 തവണ സൃഷ്ടിക്കപ്പെടുന്നു എന്നാ പറയാം. ആദ്യം ഒരാളുടെ അല്ലെങ്കിൽ ഒരു മനസ്സിലും ഒരു ബോധത്തിലും, പിന്നെ അത് യാഥാർത്ഥ്യവും ആയി 2 തവണ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണല്ലോ കണക്ക്. അപ്പൊ അതുപോലെ എങ്ങനെ ബോധത്തിൽ സൃഷ്ടിക്കുന്നതില് എങ്ങനെ എന്ന് എന്താ പറയാ നമുക്ക് തീരുമാനിക്കാനുള്ള യോഗമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഭാഗ്യം. നമുക്ക് എങ്ങനെ ഒരു സൃഷ്ടിയെ ഉണ്ടാക്കിയെടുക്കാം, അത് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ഒരു സിനിമ മോഹൻലാലിന് മുമ്പ് വന്നു ദശരഥം എന്നുള്ള സിനിമയിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയുന്നു, ഒരു സൃഷ്ടി ഉണ്ടാവുമ്പോൾ അതിന്റെ അന്തരീക്ഷം എങ്ങനെയൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സൃഷ്ടി ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നല്ലൊരു പോയിന്റാണ്. അപ്പോ ഇത് ഞാനിപ്പോ ഈ ഒരു ചോദ്യമായിട്ട് ഉന്നയിച്ചത് കഴിഞ്ഞാൽ ഇതേ ബോധം ഇപ്പൊ നമ്മൾ സൃഷ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സ്ത്രൈണതയിൽ ഉണ്ടാവുന്ന പരിണാമങ്ങളും അവരുടെ വിശ്വാസങ്ങളുമാണ് ഒരു സൃഷ്ടി എനിക്ക് ബാധിക്കുക എന്നുള്ളത് പോലെ തന്നെ ഇതിൽ ഈ വെറും ഒരു സ്ഫോടനത്തിൽ നടക്കില്ല. അപ്പൊ നേരത്തെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞ ഒരു കാന്തിക ശക്തിയിലേക്ക് ഒരു ഇലക്ട്രോണിക് കൊടുക്കുമ്പോഴാണ് അതിന്റെ ഒരു കാന്തിക ശക്തി ഉണ്ടാക്കിയെടുക്കുന്നത്. വെറും ഇരുമ്പിലേക്ക് വേറൊരു ശക്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ, അതേപോലെ പ്രകൃതിയിലേക്ക് ഒരു സൃഷ്ടി ഉണ്ടാക്കണമെങ്കിൽ വേറൊരു ശക്തി വേണം എന്നുള്ളത് സത്യമാണ്. ഒരു ശക്തി ഇതിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെടണം എന്നുള്ളത് ശക്തിയാണ്. ഇപ്പൊ ആ ഫോഴ്സ് ചെയ്യപ്പെടണം എങ്കിലും ഈ ഫോഴ്സിന് അതിൻ്റെതായ ബോധമുണ്ട്. ഒരു പുരുഷൻ യാദൃശികമായി വന്നിട്ട് ഒരു സൃഷ്ടി ഉണ്ടാക്കിയിട്ട് പോവുകയല്ല. ഒരു പുരുഷനായാലും അവന്റെ ചിന്താമണ്ഡലത്തിൽ ഈ ലൈംഗിക ശേഷി ഉയർന്ന് അതിനോട് ഒരു ഇഷ്ടം തോന്നി, അതിനോടൊരു അടുപ്പം തോന്നിയിട്ട് മാത്രമേ ഈ ഒരു ശ്രൈണതയിലേക്ക് വന്നിട്ട് ആ ഒരു സൃഷ്ടി നടത്താൻ പറ്റുള്ളൂ. അവിടെയും ബോധമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പെട്ടെന്ന് വന്ന് ചെയ്തിട്ട് പോകുന്ന ഒരു സൃഷ്ടി അല്ലാതെ അവിടെയും അങ്ങനത്തെ ഒരു തലത്തിലുള്ള ബോധമുണ്ട്. പക്ഷെ എന്നിട്ട് ഈ സൃഷ്ടിയെ പരമാവധി നല്ലതാക്കാനും അതിനൊരു പരിധി വരെ അതിന്റെ കൺട്രോളിൽ വെച്ചിട്ട് അതിനെ നല്ലതാക്കി എടുക്കാനും ഉള്ള ഏറ്റവും അധികം റോള് ഈ സ്ത്രൈണതയ്ക്കുണ്ട് എന്നുള്ള സത്യമാണ്. കാരണം നമ്മൾ ആ ഒരു സൃഷ്ടിക്കപ്പെടുന്ന ആ ഒരു ബോധം മുതൽക്ക് ഒരു സൃഷ്ടി ഉണ്ടായി, സത്യം പറഞ്ഞാൽ ഈ പ്രകൃതി അടക്കം അതിനെ സംരക്ഷിച്ചു നിർത്താനുള്ള, അല്ലെങ്കിൽ ഒരു പാല് കൊടുത്ത് ഒരു എടുത്ത് പാല് കൊടുത്ത് അതിനെ സൃഷ്ടിച്ച് അതിന് പറഞ്ഞു കൊടുത്ത് ശീലങ്ങൾ പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് വരെ, സൃഷ്ടിക്ക് ശേഷവും ഒരു പിറവിക്ക് ശേഷവും ഒരു കാലഘട്ടം വരെ അതിനുള്ള ഏറ്റവും അധികം റോള് എടുക്കുന്നതും ഈ പറയുന്ന ഒരു അമ്മ എന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ത്രൈണതയാണ്, പ്രകൃതിയാണ്. അപ്പൊ സന്തോഷമായിട്ടും പറഞ്ഞതിന്റെ റോള് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. ഏറ്റവും അധികം റോള്, ഏറ്റവും കൂടുതൽ നമുക്ക് ഉദ്ദേശിക്കേണ്ടതും നമ്മൾ പരിപാലിക്കപ്പെടേണ്ടതും ഈ സ്ത്രൈണത തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ എന്നുള്ളത് ഞാനൊരു സംശയമായിട്ട് ചോദിച്ചു എന്ന് മാത്രമല്ല, ഇത് വ്യക്തമായിട്ട് കൃത്യമായി മനസ്സിലാക്കിയ ഒരു വാക്യം തന്നെയാണ്. കാരണം എല്ലാ സൃഷ്ടിയുടെ മാത്രമല്ല, സൃഷ്ടിയുടെ നിലനിൽപ്പിന്റെയും സൃഷ്ടിയുടെ ഗതി അടക്കം തീരുമാനിക്കുന്നത് ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രൈണതയുടെ പ്രകൃതിയുടെ ഏറ്റവും അധികം റോള് ഉൾപ്പെടുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായി മനസ്സിലായി. ഓക്കെ സനോജ്, അവിടെ ഞാനൊരു ചെറിയൊരു വിശദീകരണം കൂടെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരേണ്ടതുണ്ടെന്ന് തോന്നിയത് കൊണ്ട് പറയാണ്. നമ്മള് ഈ മാർക്കറ്റിംഗില് ഹൈ ടിക്കറ്റ് ക്ലോസിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. വലിയ എമൗണ്ടിലുള്ള മറ്റേ ബിസിനസ് ഡീലുകൾ ക്ലോസ് ചെയ്യാൻ ഈ ബിസിനസ്സായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ വരും. അവർക്ക് കോടികളായിരിക്കും ഫീസ്. വരുന്നു, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് സംസാരിക്കുന്നു. 5 മിനിറ്റ് ഒന്നും സംസാരിക്കില്ല, വളരെ കുറച്ച് സമയം സംസാരിച്ചിട്ട് സാധനം ക്ലോസ് ചെയ്തിട്ട് അവർക്ക് ഫീസ് വാങ്ങിച്ചിട്ട് വരും. ഈ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയില്ല, എന്താ സാധനം എന്നറിയില്ല, എവിടേക്കാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അവരുടെ പരിപാടി എന്ന് വെച്ചാൽ ക്ലോസിംഗ് മാത്രമാണ്. മനസ്സിലല്ലേ? അവർ വരുന്നു, അത് ചെയ്യുന്നു, പോകുന്നു. പക്ഷെ അതോടുകൂടി ക്ലോസ് ആവും പരിപാടി, ബിസിനസ് അങ്ങ് നടക്കും. ഈ ബിസിനസിന്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയത്, ബിസിനസിന്റെ മറ്റേ കസ്റ്റമറെ കണ്ടെത്തിയത്, അവരുടെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം സ്ഥാപിച്ചു വെച്ചത്, ബിസിനസിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് കമ്പനിയാണ്, അല്ലെ കമ്പനിയുടെ സ്റ്റാഫാണ്. ഈ കമ്പനിയുടെ ഒരു ഭാഗമല്ലാത്ത ഒരാൾ വന്നിട്ട് ഈ സാധനത്തിന് തിരിച്ചു വിട്ടിട്ട് പോകും. ഉൾപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ വന്നിട്ട് പോകും. ഇതുപോലെ ഇപ്പൊ നേരത്തെ സനോജ് പറഞ്ഞപ്പോ ഈ മറ്റേ പുരുഷൻ എന്നുള്ളത് ശക്തിയാണ് എന്ന് പറഞ്ഞു, പുരുഷനും ഒരു ശക്തിയുണ്ട് എന്ന് പറഞ്ഞു. പുരുഷൻ ആട്രിബ്യൂട്ടാണ്. ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഗുണങ്ങളുണ്ടല്ലോ, വ്യത്യസ്ത ഗുണങ്ങൾ. ഇപ്പോ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിന്റെ ഭാഷയിലാണെങ്കിൽ ഇപ്പോ എക്സ് എന്നുള്ളൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിളിന് എന്ത് വില വേണേൽ കൊടുക്കാം. ഇപ്പോഴത്തെ വില 5, അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോൾ അതിന്റെ വില 10, അല്ലെങ്കിൽ വേറൊരു സമയത്ത് വില -3 എന്ന രീതിയിൽ നമുക്ക് അതിനെ ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതിനെ ഗുണപ്പെടുത്താൻ പറ്റും. ഇപ്പോ ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉപ്പിന് ഇന്ന സ്വഭാവങ്ങളുണ്ട്. ആ ഉപ്പ് എന്നുള്ള വസ്തു മാറിയിട്ട് വേറൊരു വസ്തുവാണെങ്കിൽ അത് ആ രൂപത്തിൽ.
ഇപ്പൊ ചില ഇലക്ട്രോണിക് ആയിട്ടുള്ള ചില സാധനങ്ങൾ ഇന്ന എൻവയോൺമെന്റിൽ അതിന് ഇന്ന ഗുണങ്ങൾ വന്നു ചേരും, വേറൊരു എൻവയോൺമെന്റിൽ വേറെ ചില ഗുണങ്ങൾ വന്നു ചേരും എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുക, ഗുണം എന്ന് പറയുക. ഒരു സൃഷ്ടിക്ക് അതിനു വേണ്ടുന്ന ഗുണം നൽകാനാണ് ഈ പുരുഷം എന്നുള്ള സാധനം അവിടെ വന്ന് ട്രിഗർ ചെയ്തിട്ട് പോകുന്നത്. പുള്ളിയല്ല സൃഷ്ടി ചെയ്യുന്നത്. സൃഷ്ടി അതായത് പ്രകൃതിയുടെ അടിസ്ഥാനമായിട്ട് പറയുന്ന ആ പ്രകൃതം ആയിട്ടുള്ള അവസ്ഥയാണ് ഇതിനെ ജനറേറ്റ് ചെയ്യുന്നത്. അത് ഏത് ദിശ എങ്ങനെ വേണം, ഏത് വഴിക്ക് പോകണം എന്നുള്ളതിനെ ആട്രിബ്യൂട്ട് ചെയ്യിക്കാൻ പുരുഷൻ വരുന്നു. അതിന്റെ ചോയ്സ് സ്ത്രീക്ക് തന്നെയാണ്, സ്ത്രൈണതയ്ക്ക് തന്നെയാണ്. അത് ഏതിനെ കൊണ്ടുവരണം, ഏതിനെ ഇടം കൊടുക്കണം എന്നുള്ള ആ തീരുമാനം പോലും സ്ത്രൈണതയ്ക്കാണ്. ഇപ്പൊ സൃഷ്ടിയുടെ തുടക്കം എന്ന് പറയുന്നത് ഈ സ്ത്രൈണ ഭാവത്തിലാണ്, പ്രകൃതിക്കാണ്. പ്രകൃതിയിൽ നിന്നേ ഇത് സൃഷ്ടി എന്നുള്ള അവസ്ഥയിലേക്ക് ഉണ്ടാവും. അതിനെ ആട്രിബ്യൂട്ട് ചെയ്യിക്കാൻ, അതിനെ ഏത് വഴിക്ക് തിരിക്കണം, എങ്ങനെ വേണം എന്നുള്ളത് അപ്പുറത്ത് നിർണ്ണയിക്കാനുള്ള ഒരു അവസ്ഥയുണ്ട്. അതും തീരുമാനിക്കുന്നത് ഈ സ്ത്രൈണത തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ രത്നം ചുരുക്കം. അപ്പൊ അത് ഈ പൗരുഷത്വത്തിന് ശക്തിയുണ്ട് എന്ന് പറയുന്നത് ശക്തിയായിട്ടല്ല അതിനെ മനസ്സിലാക്കുക, അത് ആട്രിബ്യൂട്ടിംഗ് എലമെന്റ് ആണ്. ആ ആട്രിബ്യൂഷൻ കൊണ്ട് ഇത്രയും വലിയൊരു ഹൈ ടിക്കറ്റ് ക്ലോസിംഗ് നടത്താൻ അതിന് കേപ്പബിൾ ആണെന്നുള്ളൊരു വസ്തുതയുണ്ട്. അത് നമ്മൾ അംഗീകരിക്കാതെ വയ്യ. അതുകൊണ്ടാണ് ശിവത്തിന് ഈ ഈശ്വരീയം എന്ന് പറയുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ള സങ്കല്പത്തിനൊക്കെ ഇത്രയേറെ വില കൊടുക്കുന്നത്. ഈശ്വരൻ പോയി പ്രവർത്തിക്കുന്നത് ഈ പ്രകൃതിയിലാണ്. പ്രകൃതിയിൽ നിന്നാണ് ഇവൻ ഉണ്ടാകുന്നത് തന്നെ. ഈശ്വരീയം എന്നുള്ള അവസ്ഥ പ്രകൃതി എന്നുള്ള പരമമായിട്ടുള്ള ആ നിർഗുണമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. പ്രകൃതിയുടെ അല്ലെങ്കിൽ ബോധത്തിന്റെ പ്രാഗ്രൂപത്തിന് ഒരു നിർഗുണാവസ്ഥയുണ്ട്. ഒരു ഗുണവും ഒരു ആട്രിബ്യൂട്ടും ഇല്ലാത്ത അവസ്ഥ. അത് സഗുണാവസ്ഥയിലേക്ക് മാറുന്ന സമയത്താണ്, സഗുണാവസ്ഥയിലാണ് ഈ പുരുഷം എന്നുള്ള അവസ്ഥ വെളിപ്പെടുന്നത്, ജനറേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോ ഈ പ്രാഗ്രൂപത്തെയാണ് നമ്മളിവിടെ അഡ്രസ് ചെയ്യുന്നത്. സ്ത്രൈണത എന്നുള്ളത് കൊണ്ട് അഡ്രസ് ചെയ്യുന്നതാണ്. ആധുനിക കാലത്ത് സ്ത്രൈണത എന്നുള്ളത് അവിടെ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പൊ സ്ത്രൈണതയ്ക്ക് തന്നെ പുരുഷത്വവും സ്ത്രൈണതയ്ക്ക് തന്നെ മറ്റ് ആട്രിബ്യൂട്ട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ പറയുന്ന സ്ത്രൈണത എന്ന് പറയുമ്പോൾ അതിന്റെ ഒറിജിനൽ ഫോമിൽ ഇതാണ്. ആധുനിക കാലത്ത് ഇതിന് തീരുമാനം എടുക്കുന്നത് മറ്റു പലരുമാണ് എന്നുള്ളതാണ്. അപ്പോ അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യനോ ഒരു വസ്തുവോ ഏതൊരു കാര്യവും ഉണ്ടാവണമെങ്കിൽ അതിന് ഹേതുവാകുന്ന പശ്ചാത്തലം, ആ പരിസരം, അതെല്ലാം കൂടെ ചേർന്ന ഒരു ഏകസത്തയാണ്. ആ സത്തയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ ഏകസത്തയിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്. അതിന്റെ പ്രത്യാശയിലാണ് ഇത് ഉണ്ടാവുന്നത്. ഈ ആട്രിബ്യൂട്ട് ഉണ്ടാകുന്നത് ആ പ്രത്യാശയിൽ നിന്നാണ്. ഇപ്പൊ ശുഭപ്രതീക്ഷ ഇല്ലാത്തൊരു സ്ത്രീക്ക് അതിന് കുഞ്ഞുണ്ടാകാൻ വരുന്നത് അശുഭകരമായിട്ടുള്ള ഒരാളായിരിക്കും. ഇന്നലെ വൈകിട്ട് ഞാനൊരു കേസ്, നമ്മള് ക്യാമ്പിൽ വന്ന ഒരാളുടെ ഒരു കേസ് ഞാൻ ഡീൽ ചെയ്തു. അപ്പൊ അതില് അയാൾ പ്രതീക്ഷിക്കുന്നില്ല, ഇങ്ങനെ ഒരു പുരുഷനെ തനിക്ക് കിട്ടുന്ന അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ കിട്ടിയത് മുഴുവൻ മൊത്തം തലകീഴായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിന് കാരണം എന്താ? ഇത് ഇവരുടെ കർമ്മദോഷം കൊണ്ട് അല്ലെങ്കിൽ വിധിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നതല്ല. ഇവരിതിനു മുമ്പേ ആ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇവര് ചെറിയ കാലം മുതൽ അത്തരത്തിലുള്ള പ്രതീക്ഷകളുമായിട്ട് ജീവിച്ചത് കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു അനുഭവം കിട്ടാൻ പാകത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് അവർ ചെന്ന് വീണത്. ഇത് അവരുടെ കാര്യം മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ. കാരണം നമ്മളാരും തീരുമാനിക്കുന്നില്ലല്ലോ ഇതൊന്നും. നമ്മളൊക്കെ അച്ഛനമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ മുൻതലമുറ തന്നത് ഏറ്റെടുത്തു, നമ്മൾ തുടർന്ന് ജീവിക്കുന്നു. ഇത് ശുഭമാക്കി മാറ്റണം നമുക്ക് അറിയില്ല. അതുകൊണ്ട് വരുന്നത് അനുഭവിച്ചു പോവുക തന്നെ. പക്ഷെ നമുക്ക് ഇപ്പോ ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇനിയുള്ളതിൽ മാറ്റം വരുത്താൻ പറ്റുമല്ലോ. ഇതുവരെയുള്ള നമുക്ക് തിരുത്താൻ പറ്റില്ല, ഇനിയുള്ളത് മാറ്റം വരുത്താൻ പറ്റും. ഇനി നമ്മൾ ഇതെല്ലാം സംസാരിക്കുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, നമ്മൾ ഇക്കോ വില്ലേജ് എന്നുള്ള ഒരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത്, അവിടെ ഒരു സുസ്ഥിര ജീവന സമൂഹം ഉണ്ടാകുന്ന സമയത്ത്, അവിടെ നമ്മൾ ഏത് വിധത്തിലായിരിക്കണം രൂപീകരണം നടത്തേണ്ടത് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ ഇനി ഉണ്ടാകുന്ന കുട്ടികൾക്ക്, ഇനി ഉണ്ടാകുന്ന അമ്മമാരാകാൻ പോകുന്നവർക്ക്, അച്ഛന്മാരാകാൻ പോകുന്നവർക്ക് വേണ്ടി നമ്മൾ നൽകുന്ന ഒരു പാഠമാണ്. ഇതിപ്പോ കേരളത്തില് വേദനയില്ലാത്ത പ്രസവങ്ങള്, കേട്ടുകേൾവി ഇല്ലാത്ത കാലത്താണ് ഞാൻ ഈ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, വേദനയില്ലാത്ത പ്രസവം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവരോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്കുള്ളിൽ ഭാവന ഉണ്ടാവും. വിവാഹം കഴിച്ചതിന് ശേഷമാണെങ്കിൽ നിങ്ങൾ ഇണചേർന്ന് കുഞ്ഞിനെ ഉരുവാക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പേ ഈ ഭാവനാ സങ്കല്പത്തിലേക്ക് വരണം. നിങ്ങൾ കൃത്യമായിട്ട് ആ രൂപീകരണത്തിലേക്ക് വരണം. അതിനുശേഷം നിങ്ങളുടെ മനസ്സ് അതിന് ക്രമപ്പെട്ടതിന് ശേഷം ഇണചേരലിലേക്ക് ചേരണം. അതിനു മുമ്പ് ആണെങ്കിൽ
നിങ്ങൾ അതിനനുസരിച്ചുള്ള ഇണയെ ചൂസ് ചെയ്യും. നിങ്ങൾ ഈ ഭാവന ചെയ്ത് തുടങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ഇണ നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരും. ഇനി വന്നു ചേർന്നതാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ പോലും ഇത് ഒരു നവവിഭാവനത്തിലേക്ക് പോകണം. അതിലൂടെ കടന്നുപോയിട്ട് ഇണ ചേർന്ന് പിന്നെ കൺസീവ് ചെയ്ത് അതിനുശേഷം നമ്മൾ മനസ്സ്, വികാരം, ഭക്ഷണം, പരിസരം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള കുഞ്ഞുണ്ടാവും. അപ്പോ അത് ആണോ പെണ്ണോ എന്നുള്ള തീരുമാനിക്കാൻ വരെ നമുക്ക് പറ്റും. ഇപ്പോ ഉദാഹരണത്തിന് ഇടശരം ഉണർന്നിരിക്കുമ്പോഴാണ് ഇട ചേരുന്നതെങ്കിൽ പെൺകുഞ്ഞായിരിക്കുമെന്ന്, വലശരം ഉണർന്നിരിക്കുന്ന സമയത്ത് ആൺകുഞ്ഞായിരിക്കുമെന്ന്. മറ്റേ നമ്മളുടെ ആ സമയത്ത് ശരീരശുദ്ധിയും മനോശുദ്ധിയും മനോശുദ്ധി ഇല്ലാതിരുന്നെങ്കിൽ ചിത്തഭ്രമമുള്ള ആളായിരിക്കും ഉണ്ടാവുക കുഞ്ഞ്. അതിനെപ്പോഴും ഡിസ്പ്രഷനോ പ്രശ്നങ്ങളോ ഉള്ള കുഞ്ഞായിരിക്കും ഉണ്ടാവുക. മലാശയത്തില് മലം കെട്ടിക്കിടക്കുന്ന സമയത്ത്, അത് വല്ലാത്ത രീതിയിൽ മലബന്ധമുള്ള സമയത്താണ് ഇട ചേരുന്നത്, കുഞ്ഞിന് കണ്ണ് കാണില്ല. അതേസമയം മൂത്രാശയത്തിൽ പ്രശ്നങ്ങളുള്ള സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ചെവിക്ക് പ്രശ്നം ഉണ്ടാവും കുഞ്ഞിന്. ഇങ്ങനെ ഈ ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ എവിടെയെല്ലാം ഫിസിക്കലി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതിന്റെ എല്ലാം റിഫ്ലക്ഷൻ കുഞ്ഞിൽ കാണും. ഇതൊക്കെ വരുന്നതിന് മുമ്പേ നമ്മൾ ഭാവന ചെയ്ത് പ്രത്യാശ ചെയ്ത് ഇതിന് രൂപീകരണം നടത്തിയിട്ടാണ് പോകണമെങ്കിൽ ബാക്കിയെല്ലാം ക്രമത്തിൽ വന്നോളൂ. ആ വരാനുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഇക്കോ വില്ലേജിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നൽകുന്ന പാഠങ്ങളെല്ലാം തന്നെ ആ ഒരു സമൂഹത്തെ ഭാവിയിൽ, അതായത് ലോകം മുഴുവൻ ഈ 800 കോടിയിൽ നിന്നും 100 കോടിയിലേക്കും 100 കോടിയിൽ നിന്ന് 1 കോടിയിലേക്കും ചുരുങ്ങുന്ന ഒരു ഡീപോപ്പുലേഷൻ പ്രോസസ് നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിനെ അതിജീവിക്കുന്ന വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ. അവിടെ ഒരു പുതിയ ജനത, പുതിയൊരു സംസ്കാരം ഉണ്ടാകേണ്ടി വരും. അന്ന് ഈ പറയുന്ന മതങ്ങളോ ഈ പറയുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാവില്ല. അന്ന് ഇതിനെ അതിജീവിക്കണമെങ്കിൽ ആ അതിജീവന ശേഷി കംപ്ലീറ്റ് ആയിട്ടുള്ള, അതിനെക്കുറിച്ചുള്ള ജ്ഞാനം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സമൂഹം വേണം. ആ സമൂഹത്തിലുള്ള പാഠങ്ങളായിട്ടാണ് നമ്മൾ ഇതെല്ലാം നൽകുന്നത്. അതുകൊണ്ടാണ് ഇത് ഈ അത്ര തുടക്കത്തിൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത്. പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവില്ല. നമ്മൾ പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾക്ക് മനസ്സിലാവില്ല. അവർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മൾ പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ അവർക്കത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അതാണ് ഇവിടെ സാധാരണ സംഭവിക്കുക. സനോജ്, ഞാൻ പറഞ്ഞതിന് വ്യക്തത കിട്ടിയോ? വ്യക്തമാണ്. ക്ലിയർ. ഒരു അന്വേഷണത്തിൽ ഒരു വഴികളിൽ പോകുന്നത് മാത്രമല്ല, നമ്മൾ ഒന്നിലും ബേസ് ഇല്ലാത്ത ആളാണ്. അപ്പൊ തരുന്നതൊക്കെ പുതിയതാണ് എനിക്ക്. അല്ല, ബേസ് ഇല്ല. എനിക്ക് സനോജിന്റെ കാര്യത്തിൽ ബേസ് ഇല്ലാത്ത ഒരാളാണെന്ന് തോന്നുന്നില്ല. കൃത്യമായിട്ട് പല കാര്യങ്ങളെ കുറിച്ചും ധാരണ ഉള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഒളിമ്പസിൽ എത്തുന്ന സമയത്ത് നമ്മൾ തുടങ്ങുന്നത് സാധാരണ വൈജ്ഞാനികതയുടെ ലോകത്തു നിന്നല്ല. നമ്മളിത് കുറേ ഉള്ളിൽ നിന്ന്, അതായത് കേവലാവസ്ഥ, നമ്മൾ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ. നമ്മളിപ്പോ ഒരു രേഖ വരയ്ക്കുമ്പോൾ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്, മറ്റേ നമ്മള് വർത്തമാന അവസ്ഥയുണ്ട്, പിന്നെ ഇനി പരിണമിച്ച് വരാൻ പോകുന്ന പിന്നീടുള്ളൊരു അവസ്ഥയുണ്ട്. വർത്തമാന അവസ്ഥയാണ് നമുക്ക് നോർമലായിട്ട് തോന്നുന്നത്. ഇതാണ് നോർമാലിറ്റി. അപ്പോ ആധുനിക ലോകം നമ്മളെ കൊണ്ടുവന്ന് ന്യൂ നോർമലിലേക്കാണ്, ഇനി വരാൻ പോകുന്ന ഒരു സംഭവത്തിലേക്കാണ്. പക്ഷെ ജീവൻ എപ്പോഴും കേവലാവസ്ഥയിൽ, ഈ നോർമൽ എന്ന് പറയുന്ന അവസ്ഥയിൽ കേവലാവസ്ഥയിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് അതിന്റെ കാൽക്കുലേഷൻ തുടങ്ങുക. ജീവനിൽ എത്തിയാൽ തന്നെ ഇനി അതിന്റെയും അപ്പുറത്തേക്ക് ജീവന്റെയും പ്രാഗ്രൂപമായിട്ടുള്ള ബോധത്തിലേക്ക് പോകും. ബോധത്തിലേക്ക് പോകുന്ന സമയത്ത് അതിനും ഒരു കേവലാവസ്ഥയുണ്ട്. ആ കേവലാവസ്ഥയിൽ നിന്നാണ് ഇതിനെല്ലാം കാണേണ്ടത്. കാരണം ഇത് എല്ലാത്തിന്റെയും ഒരു അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. ഞാനൊരു ചിത്രം കാണിക്കാതെ, എത്ര മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു ചിത്രം കാണിച്ചു തരാം. ഞാൻ സന്തോഷം ബേസ് ഇല്ല എന്ന് പറഞ്ഞോട്ടെ ഇടയിൽ. ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് തീർത്തോട്ടെ. ഈ ചിത്രം കാണുന്നുണ്ടോ? അപ്പൊ ഇത്
ഇതില് ഈ നടുവില് കാണുന്ന ഈ ചുവന്ന ലൈനില്ലേ, ആ. ഇതാണ് ആ പ്യുവർ കോൺഷ്യസ്നെസിന്റെ റൂട്ട്. അതാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഈ പ്രകൃതി എന്നുള്ളത് പ്രവർത്തിക്കണമെങ്കിൽ ആട്രിബ്യൂട്ട് വേണ്ടി വരും. നമ്മൾ മുമ്പ് പറഞ്ഞ ഗുണങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ വേണ്ടി വരും. ഈ സവിശേഷതയാണ് ആദ്യം വൈറ്റാലിറ്റി, ചൈതന്യമായി മാറുന്നത്. ചൈതന്യമാണ് പിന്നെ പ്രാഥമിക മൂലവസ്തുവായിട്ട് മാറുന്നത്. പിന്നീട് അത് ജീവനിൽ വരുമ്പോൾ പ്രോട്ടോപ്ലാസമായി, കോശമായി, മറ്റേ ജീവിയായി, ജീവിവർഗമായി, അതൊരു ഗ്രഹമായി, ഒരു സൗരയൂഥ മണ്ഡലമായി അല്ലെങ്കിൽ പ്രപഞ്ചമായിട്ടൊക്കെ ഇങ്ങനെ വർത്തിക്കുന്നത്, ഇങ്ങനെ മാറിപ്പോകുന്നത്. ഇതിലെ രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ഇതിന്റെ എല്ലാം അണ്ടർലൈങ് ആയിട്ടുള്ള ആ കോർ സാധനം എന്ന് പറയുന്നത് ഈ പ്രകൃതിയാണ്. അത് എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. ഈ കേവലാവസ്ഥയിൽ നിന്ന് നമ്മൾ കേവലാവസ്ഥയെ റിലേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഈ സാധനം വെച്ച് നമുക്ക് തിരുത്താൻ പറ്റും. പ്രകൃതി എന്ന് പറയുന്ന അതിന്റെ ശുദ്ധ രൂപത്തെ നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. ആ ശുദ്ധ രൂപത്തിൽ നിന്നുകൊണ്ട് ഇപ്പോ ഒരു ജീവിയുടെയോ ഒരു കോശത്തിന്റെയോ ജീവിതത്തിന്റെയോ ഒരു അവസ്ഥയിലും നമുക്ക് തിരുത്തലുകൾ നടത്താൻ പറ്റും. കാരണം ആ ഒറിജിനൽ രൂപം എന്നുള്ള പ്യുവർ കോൺഷ്യസ്നെസ് എന്നുള്ളതിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? അത് ഈ സംഭവത്തെ അറിയണമെങ്കിൽ അതിന്റെ അകത്തേക്ക് യാത്ര ചെയ്തവർക്ക് പറ്റുള്ളൂ എന്ന് മാത്രം. എല്ലാവർക്കും അതങ്ങടെ യാത്ര ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ സംഭവത്തെ നമുക്ക് തിയറിറ്റിക്കലി പറയാനൊക്കെ എളുപ്പമാണ്. ഒരുപാട് പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് നമ്മളത് തൊട്ടറിയുന്ന, നമ്മളെ അനുഭവത്തിലാകുന്ന ഒരു അവസ്ഥയിലൂടെ മാത്രമേ ഇത് കൈകാര്യക്ഷമമാവും. അപ്പൊ ഞാനിവിടെ എപ്പോഴും പറയുന്നത് അതിന്റെ കേവലാവസ്ഥയെ കുറിച്ചാണ്. കേവലാവസ്ഥ എന്നുള്ളത് ഒരു നിരന്തരമായിട്ടുള്ള സാധനമല്ല. കേവലാവസ്ഥയ്ക്ക് അല്ല, കേവലാവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എല്ലാത്തിന്റെയും ഉള്ളിൽ ഏറ്റവും ലീനമായിട്ട് നിൽക്കുന്ന, ഏറ്റവും കോറായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് അറിഞ്ഞവന്, അത് അനുഭവിച്ചവന് അത് എല്ലായിടത്തും കാണാൻ പറ്റും. ആനന്ദാവസ്ഥയിൽ നമുക്കത് അതിനെ സ്പർശിക്കാൻ പറ്റും. ആനന്ദാവസ്ഥയിൽ സ്പർശിക്കാൻ പറ്റും. ആനന്ദം എന്ന് പറയുന്നത് ഇതിൽ ആ ചുവന്ന ലൈൻ മാറി കറുത്ത ലൈനിലേക്ക് എത്തുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നല്ലോ, എന്താണ് അതിന്റെ കംഫർട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ, സൗകര്യമാണ് എന്ന് പറയുന്നത്. ആ സൗകര്യത്തിലേക്ക് എത്തുന്നതിന്റെ ആദ്യ രൂപം, സൗകര്യത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള സൗകര്യാവസ്ഥയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ ആനന്ദം എന്ന് പറയുന്നത്. അത് അടുത്ത നിമിഷം അത് ഇല്ലാണ്ടാവും. ഇപ്പൊ സച്ചിദാനന്ദം എന്ന് പറയുന്ന അവസ്ഥ ചിരമായിട്ട് അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഒരു അവസ്ഥ സത്യത്തിൽ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയില്ല. അവിടെ എന്ന് വെച്ചാൽ കാലത്തിന്റെ, അതായത് കാലം എന്ന് പറയുന്നത് ബോധപരിണാമമാണ്. ഈ പരിണാമത്തിൽ നിന്നും മാറി നിൽക്കാനുള്ള ശേഷി ഉണ്ടാകുന്ന സമയത്ത് ബോധം സ്ഥിതാവസ്ഥയിലാവും. ഒരു മിനിറ്റ്. അപ്പോ ഈ കാലം എന്നുള്ളതിന് അതീതമായി നിൽക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ മാത്രമേ അതീതമായി നിൽക്കുക വെച്ചാൽ അതിന് നൈരന്തര്യമില്ല. അത് നൈമിഷികമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്തേക്ക് ചെന്നവന് അത് നിരന്തരമാണ്. ആപേക്ഷികമായി നോക്കുന്ന സമയത്ത് അതിന് നൈരന്തര്യം. ഇപ്പോ നിന്നിരിക്കുന്ന ക്ലോക്ക് ഡെയിലി 2 തവണ കൃത്യസമയം കാണിക്കും, അല്ലെ? നിന്ന ക്ലോക്ക് 12 മണിക്കാണ് നിന്നിരിക്കുന്നത്. രാത്രി 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക് അത് കൃത്യസമയം കാണിക്കും. ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ നിരീക്ഷണത്തിലാണ് അത്. ആ 12 മണിയിൽ തന്നെ ജീവിക്കുന്ന ഒരാൾക്ക്, അയാൾക്ക് ബോധപരിണാമമില്ല എങ്കിൽ ആ നിൽക്കുന്ന നിമിഷം മതി അതിന്റെ സമ്പൂർണതയിലേക്ക് എത്താൻ. ഇപ്പോ സ്ത്രീ പുരുഷ സംയോഗം എന്ന് പറയുന്നു. സ്ത്രീ പുരുഷ സംയോഗത്തിന്റെ ഒറ്റ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഒരു ജീവിതം തന്നെ ഉണ്ടാവുന്നത്, അല്ലെ? അതിനു മുമ്പും അതിനുശേഷവും അവര് ആ നൈരന്തര്യത്തിലല്ല. ആ ഒരു നിമിഷം, ആ ഒറ്റ നിമിഷം കൊണ്ട് അതൊരു ജീവിതത്തെ തന്നെ സൃഷ്ടിക്കുന്നു. പിന്നെ അതൊരു പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എക്സിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ പരമമായ ബോധത്തിന്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, പരമാനന്ദത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്, അതിലെത്തിയവനത് നൈരന്തര്യമാണ്.
എത്തിയവനെന്ന് വെച്ച് കഴിഞ്ഞാല് തൊട്ടവനല്ല, അതിലായിരിക്കുന്നവൻ. അത് നൈരന്തര്യമാണ്. തൊട്ടവന് തൊട്ടപ്പോ കിട്ടി, വിട്ടപ്പോ പോയി. അതാണ് അവസ്ഥ. നമ്മൾ വ്യവഹാര ജീവിതത്തിൽ ജീവിക്കുന്ന സമയത്ത് ഇതിൽ നിന്നും മാറിയാണ് നമ്മൾ ജീവിക്കുക. ഈ തൊടാൻ പോലും പലർക്കും പറ്റാറില്ല. തൊട്ടവന് തൊട്ടു എന്നുള്ളത് മനസ്സിലായി, അതിന്റെ അകത്ത് പോയവൻ ഇത് നിരന്തരമായിട്ടുള്ളത് മനസ്സിലാവാനും പറ്റും. നമ്മള് ഇവിടുത്തെ വൈദിക സമ്പ്രദായങ്ങളും അല്ലെങ്കിൽ ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അവിടെ എല്ലാരും കാണുമല്ലോ. അമ്മ കർക്കിടക മാസമായതുകൊണ്ട് എന്റെ ജന്മമാസമാണ്. അപ്പോ അച്ഛൻ ഒക്കെ അവിടെ അനുഷ്ഠിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അമ്മ ഇവിടെ ആയതുകൊണ്ട് അമ്മ ഇവിടെ ആയതുകൊണ്ട് തുടരാം. അമ്മയുടെ വക രാവിലെ ഒരു പൂജയും പരിപാടി ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കണക്ഷൻ പോയി. കിട്ടിയല്ലോ, ഞാൻ പറഞ്ഞത് കിട്ടിയല്ലോ. സനോജ് ഇതിന്റെ മുകളിൽ കീറുകയും മുറിക്കുകയും ഒടിക്കുകയും മടക്കുകയും ഒക്കെ ചെയ്തിട്ട് എന്തൊക്കെ ചോദിക്കാൻ പറ്റുമൊക്കെ ചോദിച്ചു. ഇപ്പോഴൊന്നല്ല, ചോദിച്ചുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ ഇന്നലെ നമ്മൾ സംസാരിച്ച പോലെ ഒരു വിമർശമാണ് അതിന് പേര്. വിമർശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോകുന്നതിൽ നിന്നും വഴിമാറുന്നതാണ് വിഭ്രംശം. അത് തന്നെയാണ് വിമർശം എന്ന് പറയുന്നത്, വഴിമാറുന്ന ഒരവസ്ഥ. അങ്ങനെ പോകുന്ന സമയത്താണ് നമുക്ക് ഇതിനെ കുറച്ചുകൂടെ മനസ്സിലാവും. അല്ല, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബേസ് ഇല്ല എന്ന് പറഞ്ഞത് ഏതിന്റെങ്കിലും ഒരു വലയത്തിന്റെ ഉള്ളിൽ നിന്നിട്ടല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കണ എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ ഒളിമ്പസ് എന്ന് പറയുമ്പോൾ ആ ബേസിൽ നിന്നുകൊണ്ട് എനിക്ക് സംസാരിക്കുമ്പോൾ വേറെ മറ്റുള്ളവരൊക്കെ വേറെയും ഒളിമ്പസിന്റെ കാര്യം ഒന്നും എന്നുള്ള രീതിക്ക് നമ്മുടെ സംസാരം വരും. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞ നമ്മളിപ്പോ ഒരു ഞാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് പറയുകയാണെങ്കിൽ ഭൗതികവാദി എന്ന് പറയുമ്പോൾ പുള്ളി ഞാൻ ഭൗതികവാദിയാണ്, അപ്പൊ അത് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു എന്നുള്ളൊരു ഇത് വരും. അവിടെയാണ് ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞ പോലെ ഒരു വൈരുദ്ധ്യമില്ലാത്ത, ഒരു വിവേചനമില്ലാത്ത സബ്മിഷൻ എന്ന് ഞാൻ ഉദ്ദേശം തന്നെയാണ്. അല്ലാണ്ട് ഒരു തർക്കം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. കാരണം ഇതിൽ പറയുമ്പോൾ അങ്ങോട്ട് നമുക്ക് അപ്പോഴേക്കെപ്പോഴും സംസാരിക്കുന്നത് അങ്ങനെയാണ് സന്തോഷമായിട്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. അതെനിക്ക് എന്നും താല്പര്യമുള്ളതാണ്, ഞാൻ ഇന്ന് സംസാരിക്കുകയും ചെയ്യും. പക്ഷെ ഞാനൊരു പറയുമ്പോൾ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ഈ ശിവനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്നുള്ള ആളാവുമ്പോൾ ഞാൻ സന്തോഷത്തോടെ എന്ത് പറയുമ്പോഴും എന്റെ ഇത് തെളിയിക്കാനായി നോക്കും. അത് അങ്ങനത്തെ ഒരു വിവേചനം അല്ലെങ്കിൽ ഒരു ഉണ്ടാവില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു സന്തോഷമായിട്ടുണ്ട്. അതുപോലെ ഞാൻ ബേസ് ഇല്ല എന്ന് പറയുന്നതും ഇനി ഉണ്ടാകാൻ പോകുന്നതാണ് എന്റെ ബേസ്, അല്ലെങ്കിൽ അതാണ് ഞാൻ ആവാൻ പോകുന്നത്. ഇപ്പോഴും ഞാൻ എന്താന്ന് ഇപ്പൊ നേരത്തെ ഒരു ധ്യാനത്തിൽ എനിക്ക് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് അതിന്റെ എനിക്ക് പേര് പെട്ടെന്ന് മനസ്സിലായി, ആദ്യമായിട്ടാണ്. അതെ, അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോ ഞാൻ എന്താണ്, അല്ലെങ്കിൽ ഞാൻ പലരും അന്വേഷണം തുടങ്ങുന്നത് അതാണല്ലോ. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ശുദ്ധബോധമാണെന്നും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ നമ്മൾ പ്രപഞ്ചത്തോട് ചേർന്ന് നിന്ന് പ്രകൃതിയോട് ചേർന്ന് നിന്ന് എല്ലാം ഞാനാണ് എന്നുള്ള അനുഭവം എനിക്ക് അതിൽ നിന്നുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഞാൻ സബ്മിഷൻ ആവുമ്പോഴേ ഞാൻ എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വ്യക്തമാണ്, ഉത്തരങ്ങളെല്ലാം വ്യക്തമാണ്. അല്ല, അത് വീണ്ടും പുനരാഖ്യാനം ചെയ്യാൻ പറയുന്നത് എന്താ വെച്ചാല് വ്യക്തമാണെന്ന് പറയുന്നിടത്ത് അവ്യക്തത വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ നേരത്തെ അങ്ങനെ പറഞ്ഞപ്പോ വീണ്ടും അതിനകത്ത് ആ സമീപന രീതിയിൽ ചെറിയ പ്രശ്നമുള്ളത് തോന്നി, അതുകൊണ്ട് കറക്റ്റ് ചെയ്ത് തരുന്നത്. ഇപ്പൊ അതോടുകൂടി കറക്റ്റ് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഇത് പല പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ ചിന്തിച്ചു തുടങ്ങുമ്പോഴേ ഇത് മനസ്സിലാകത്തുള്ളൂ, അതിന്റെ ക്ലാരിറ്റി കിട്ടുള്ളൂ. നമുക്ക് വേറൊരാളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അയാളുടെ ക്വസ്റ്റ്യൻസ് വരുന്നതിന് നമ്മൾ നേരിടണമെന്നുണ്ടെങ്കിൽ എല്ലാ കോമ്പിനേഷൻ പെർമ്യൂട്ടേഷനും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ആ തർക്കം ആവശ്യമാണ്. അവിടെ തർക്കത്തിലൂടെ ക്ലാരിറ്റി ആവുള്ളൂ. നമ്മൾ അതുകൊണ്ടാണ് നമ്മുടെ ആളുകളോട് ഇവിടെ നിരൂപണം പറയണം എന്ന് പറയുന്നത്. പറയണം, കേട്ടിട്ട് എല്ലാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് കാര്യമില്ല. നിരൂപണം പറയണം, വിമർശനം ഉണ്ടെങ്കിൽ പറയണം. പറയുമ്പോൾ തന്നെ നമുക്ക് ചിലത് മനസ്സിലാവും. നമ്മൾ പറയണം, നമ്മളൊരു കാര്യം കേട്ടതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്ത് മനസ്സിലായില്ല എന്നുള്ളത്. ഇത് പറഞ്ഞു തന്ന ആൾക്ക്, അതായത് സനോജ് ഇപ്പൊ എന്നോട് ഞാൻ പറഞ്ഞൊരു കാര്യത്തെ കേട്ടിട്ട് അതിനെ പുനരാവിഷ്കരിക്കുന്നു, നിരൂപണം പറയുന്നു. അത് പറയുമ്പോൾ തന്നെ സനോജിന് മനസ്സിലാവും, സനോജിന് ഇന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുള്ളത് സനോജിനെ സ്വയം മനസ്സിലാവും. പറയാൻ കിട്ടണമല്ലോ, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, എനിക്ക് മനസ്സിലാവും, ഇത് പറഞ്ഞുകൊണ്ടിരിക്കണ എനിക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ കേൾക്കുന്ന സമയത്ത് ഇവര് അതിന് ഇപ്പൊ സനോജ് ചോദിച്ചപ്പോ വർഗീസേട്ടന്റെ രീതിയിൽ ഒരു വ്യാഖ്യാനം കൂടെ തന്നിട്ടാണ് നിർത്തിയത്. അപ്പൊ ഇങ്ങനെ ഈ കൂട്ടത്തിലുള്ള ആളുകൾ എല്ലാരും പറയുന്ന സമയത്ത് നമുക്ക് ഒരുവിധം ഈ കാര്യത്തിന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വ്യക്തത വരും.
ഇത് നമ്മളെല്ലാരും കൂടെ വട്ടത്തിൽ കൂടി ഇരിക്കുമ്പോഴാണ്. സനോജ് ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോയിട്ട് വെളിയിൽ ചെന്നിട്ട് ഈ കാര്യം മറ്റുള്ളവരോട് എന്നുവെച്ചാൽ പോയി ഇത് പ്രഭാഷണം നടത്തണമെന്നല്ല, എവിടെങ്കിലും സംസാരിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ ഈ സാധനം കയറി വരും. അവിടെ നമ്മൾ ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിലേ ആയിരിക്കില്ല ഈ സാധനം വരിക, അത് വേറെ കോണ്ടെക്സ്റ്റിലായിരിക്കും. അവിടെ ഇത് പറഞ്ഞ് ഫലിപ്പിക്കാൻ സനോജിന് കഴിയുന്ന ഒരു സമയം വരും. തുടക്കത്തിൽ അത് കിട്ടൂല. നമ്മൾ ചില എലമെന്റുകൾ ഇട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. കുറെ കഴിയുമ്പോൾ ഈ സംഭവം ശരിക്കും പൂർണ്ണമായിട്ടും പറയാൻ പറ്റും. ആ സമയത്താണ് ശരിയായ രീതിയിൽ നമ്മുടെ ജ്ഞാനം രൂപീകരിക്കപ്പെടുന്നത്. അല്ല, സത്യമാണ്. ഇതിപ്പോ സന്തോഷമായിട്ട് പറഞ്ഞാൽ എനിക്കത് അനുഭവം ഇതാവുന്നുണ്ട്. ഞാൻ പലതും കേൾക്കുന്നുണ്ടെങ്കിലും ഇതുപോലെ നിരൂപണം പറയാൻ പറയുമ്പോ എന്റെ വാക്കുകൾക്കും എന്റെ ചിന്തകളെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. മുൻപ് അത് ഇല്ലായിരുന്നു. എനിക്ക് എന്തെങ്കിലും ക്ലാസ് കേട്ടിട്ട് അതിനെക്കുറിച്ച് പറയാനോ സംസാരിക്കാനോ അറിയുമായിരുന്നില്ല. ഇത് കറക്റ്റായിട്ട് എല്ലാം ഇതായിരുന്നില്ല, എനിക്കത് അനുഭവം ആവുന്നുണ്ട്. കറക്റ്റ് ആ ഒരു ഇറങ്ങി വരുന്ന രീതി എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ തവണ സുപ്രഭാതത്തില് സുഭാഷത്തിൽ ഞാൻ രണ്ടാമതായിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ തവണത്തിൽ പറഞ്ഞിരുന്നു ഒരു നോട്ടും ഒരു പേപ്പറും പേനയും എടുത്തു വെക്കണം. അതിന്റെ ഒരു ദോഷം എനിക്ക് മനസ്സിലായി. ഇന്ന് ഞാൻ അത് എടുത്തു വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോ ഈ ശീലങ്ങളുണ്ടല്ലോ, ഒരു നമ്മളെ പാകപ്പെടുത്താനുള്ള ശീലങ്ങളാണ് ഈ അറിവിനോട് കൂടെ തന്നെ. അറിവ് പറയുന്നത് ഞാൻ ഇതെന്നല്ല, അറിവ് വലിയ അറിവാണ്. ഈ അറിവിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താന്നുള്ളത് ഏറ്റവും ചെറിയ ഉദാഹരണങ്ങളിൽ കൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത്. അതെനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാനിത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് കൃത്യമായിട്ടൊരു ദുരുദ്ദേശമുണ്ട്, ഗൂഢോദ്ദേശമുണ്ട്. നിങ്ങളിത് പറഞ്ഞു തുടങ്ങിയാലേ എനിക്കും ഉണ്ടായിരിക്കാൻ പറ്റും. മനസ്സിലായോ? ഈ പണി നിങ്ങളെ ഏറ്റെടുക്കണം. അപ്പൊ അങ്ങനെ നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ നിങ്ങളിത് ചെയ്തു തുടങ്ങുന്ന സമയത്ത് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഉത്തരം കൊടുക്കാൻ പറ്റിയപ്പോൾ ഞാൻ സംസാരിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. എനിക്ക് തുടങ്ങി വെച്ചു എന്ന് വെച്ചിട്ട് ഈ സാധനം കൊണ്ടു നടക്കേണ്ട അവസ്ഥയാണ് എനിക്കുള്ളത്. ഇപ്പൊ ഈ പ്രവാസ സംഘത്തിൽ ആകെ 4 പേര് വരും. അതില് എനിക്കിന്ന് വയ്യാന്ന് വെച്ചാലും ഞാൻ തന്നെ സംസാരിക്കണം എന്നുള്ള അവസ്ഥയുണ്ട്. എനിക്കിത് മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അത് മാറാനാണ് നിങ്ങളെയൊക്കെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.